നമ്മുടെ ഇന്ത്യയിലുള്ള അസം സംസ്ഥാനത്തെ ഗുവാഹത്തി എന്ന സ്ഥലത്ത് ശ്വേത അഗർവാൾ എന്ന പെൺകുട്ടി കോളേജിൽ പഠിക്കുകയാണ്. ആ പട്ടണത്തിലുള്ള കെ.സി. ദാസ് കൊമേഴ്ഷ്യൽ കോളേജിൽ ഒരു കൊമേഴ്ഷ്യൽ കോഴ്സ് ചെയ്യുന്നു. ശ്വേത അഗർവാളിനെ സംബന്ധിച്ച് സ്കൂൾ കാലം മുതൽ തന്നെ അവളാണ് ടോപ്പർ. അവൾ പഠിത്തത്തിൽ എപ്പോഴും വളരെ ആത്മാർത്ഥത കാണിക്കും. ശ്വേതയുടെ വീട്ടിൽ നിന്നും ഒരു 15 മിനിറ്റ് നടന്നാൽ അവളുടെ കോളേജ് എത്തും. പക്ഷേ ശ്വേതയ്ക്ക് എപ്പോഴെങ്കിലും പരീക്ഷ നടക്കുകയാണെങ്കിൽ ഒരു 45 മിനിറ്റുകൾക്ക് മുൻപ് തന്നെ അവൾ കോളേജിലേക്ക് പോകും. അങ്ങനെ 2017 ഡിസംബർ മാസം 4-ാം തീയതി അവൾക്ക് കോളേജിൽ ഒരു പരീക്ഷയുണ്ടായിരുന്നു. പരീക്ഷാ സമയം രാവിലെ 9:30 മുതൽ 12:30 വരെ. രാവിലെ 8:30 വീട്ടിൽ നിന്നും തിരിക്കുന്നു. ഏകദേശം ഒരു 8:45 കോളേജിലെത്താം. അവളുടെ പാഠങ്ങളെല്ലാം റിവേഴ്സ് ചെയ്യാനായി ഒരു 45 മിനിറ്റ് എടുക്കും. അങ്ങനെ അന്ന് കോളേജിലേക്ക് പോയി. സാധാരണ ഈ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് മാക്സിമം ഒരു 30 മിനിറ്റിനുള്ളിൽ അവൾ വീട്ടിലെത്തും. എന്നാൽ അന്നത്തെ ദിവസം 2:30 ആയിട്ടും അവൾ വീട്ടിലെത്തിയില്ല. 3 മണിയായിട്ടും എത്തിയില്ല. അമ്മ അവളുടെ ഫോണിൽ വിളിച്ചു നോക്കി. ഫോൺ റിംഗ് ആകുന്നുണ്ട്, പക്ഷെ അവൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ വീണ്ടും വീണ്ടും ഫോൺ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. 5:30 മണി വരെയും തുടർന്ന് കോൾ ചെയ്തു. ഒരു ഘട്ടത്തിൽ ശ്വേതയുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നു. ആ അമ്മയ്ക്കിപ്പോ ഭയമുണ്ടാകാൻ തുടങ്ങി. മകൾ തന്നോട് പറയാതെ എവിടെയും പോകില്ലല്ലോ എന്ന ഒരു ചിന്ത വരാൻ തുടങ്ങി. അവൾ എവിടേക്ക് പോയിട്ടുണ്ടാകും? അവൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? എന്ത് ചെയ്യണമെന്നറിയില്ല. ഭർത്താവിനോട് പറയണോ? പോലീസിനോട് പോകണോ? ഇങ്ങനെ വല്ലാത്ത ചിന്തകൾ മനസ്സിൽ കടന്നു വന്ന സമയത്ത് അവളുടെ അമ്മയുടെ നമ്പറിലേക്ക് ഒരു കോൾ വന്നു. ആ കോൾ ആ കുടുംബത്തിന്റെ ജീവിതം മുഴുവനും മാറ്റിമറിച്ചു. ആ ഒരു കോൾ അറ്റൻഡ് ചെയ്ത ഉടൻ അടുത്ത സെക്കൻഡ് ശ്വേതയുടെ അമ്മ നിലവിളിച്ച് കരയാൻ തുടങ്ങി. അങ്ങനെ ആ കോളിൽ ആരാണ് സംസാരിച്ചത്? എന്താണ് പറഞ്ഞത്? ശ്വേത അഗർവാൾ പരീക്ഷ കഴിഞ്ഞ് എവിടെയാണ് പോയത്? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇങ്ങനെയുള്ള മനുഷ്യരും നമുക്ക് ചുറ്റുമുണ്ടോ? അശ്രദ്ധ കാരണം ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ആസാം ജനങ്ങളെ മുഴുവനും നടുക്കിയ ഒരു ക്രൂരമായ കേസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്.